Hello students, so far we have been discussing about statistical techniques. So now we are moving on to our next area, that is programming technique. So statistical technique was based on statistics. അതായത് ഡേറ്റേൻ്റെ ബേസിസിലായിരുന്നു നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കുകൾ കണ്ടക്ട് ചെയ്തിരുന്നത്. ഡേറ്റ കളക്ഷൻ ആൻഡ് ഇവാലുവേഷൻ ആൻഡ് ഇൻ്റർപ്രിറ്റേഷൻ, അങ്ങനെ ഡിസിഷൻ മേക്കിങ്ങിലേക്ക് നമ്മൾ എത്തുന്നു. അങ്ങനെയായിരുന്നു സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്ക് കണ്ടക്ട് ചെയ്തിരുന്നത്. ബട്ട് പ്രോഗ്രാമിംഗ് ടെക്നിക്ക് എന്തിൻ്റെ ബേസിലാണ്? ഓപ്പറേഷൻ റിസർച്ചിൻ്റെ ബേസിസിലാണ് പ്രോഗ്രാമിംഗ് ടെക്നിക്സ് കണ്ടക്ട് ചെയ്യുന്നത്. ഓപ്പറേഷൻ റിസർച്ചിൻ്റെ ഉള്ളിൽ അതൊരു വൈഡ് സ്ട്രീമാണ്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ പല ടെക്നിക്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, പല മെത്തേഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇത് എന്ന് പറയുന്ന ഓപ്പറേഷൻ റിസർച്ച് എന്ന് പറയുന്നത് സയൻറ്റിഫിക് മെത്തേഡ്സ് ആണ്. അതിൽ നമ്മൾ ചെയ്യുന്ന കാൽക്കുലേഷൻസ് ഒക്കെ സയൻറ്റിഫിക് കാൽക്കുലേഷൻസ് ആൻഡ് മെത്തേഡ്സ് ആണ്. അപ്പോൾ അത് പല ഡിസിപ്ലിനിൽ നിന്നുകൊണ്ട് എടുത്തിട്ടുള്ളതാണ്. സയൻസിൽ നിന്നുണ്ട്, കൊമേഴ്സിൽ, എക്കണോമിക്സ്, എല്ലാ ഏരിയയിൽ നിന്നും നമ്മൾ എടുത്തിട്ടുള്ള ടെക്നിക്സാണ് നമ്മൾ ഈ ORൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഇത് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് ഡിസിഷൻ മേക്കിംഗ് ആണ്. കൊമേഴ്സിൽ നമ്മൾ എല്ലാ ടെക്നിക്സും യൂസ് ചെയ്യുന്നത് നമ്മുടെ ഫിനാൻഷ്യൽ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ടാണ്. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനിൽ തന്നെയാണ് പ്രോഗ്രാമിംഗ് ടെക്നിക്കും യൂസ് ചെയ്യുന്നത്. അപ്പം പ്രോഗ്രാമിംഗ് ടെക്നിക്ക് ഈസ് പ്യുവർലി ബേസ്ഡ് ഓൺ സയൻറ്റിഫിക് കാൽക്കുലേഷൻ ആൻഡ് സയൻറ്റിഫിക് മെത്തഡോളജി ഫോർ ഡിസിഷൻ മേക്കിംഗ്, നോട്ട് ഓൺലി ഫോർ ദ ബിസിനസ് ഫേം ബട്ട് ഓൾസോ ഫോർ ദ ഗവൺമെൻറ്റിൻ്റെ എന്തെങ്കിലും നാഷനെ ബാധിക്കുന്ന നാഷണൽ ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നതിന് നമ്മൾ എന്താണ് ഓപ്പറേഷൻ റിസർച്ചുകൾ യൂസ് ചെയ്യാറുണ്ട്. സോ ദ ഡിഫറൻസ് ഈസ് statistical technique is based on data collected at that time or previous data, അതിൻ്റെ രണ്ടിൻ്റെയും ബേസിസിലായിരിക്കും. ആൻഡ് പ്രോഗ്രാമിംഗ് ടെക്നിക്ക് ഈസ് ബേസ്ഡ് ഓൺ സയൻറ്റിഫിക് മെത്തഡോളജി, സയൻറ്റിഫിക് കാൽക്കുലേഷൻ്റെ ബേസിസിലാണ് പ്രോഗ്രാമിംഗ് ടെക്നിക്ക്. So now we can see what are the programming techniques. So first one is probability. Probability method നമ്മൾ നേരത്തെ കണ്ടതാണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കിൽ നമ്മൾ പ്രോബബിലിറ്റി മെത്തേഡ് കണ്ടതാണ്. സോ നമ്മുടെ ബിസിനസ് എന്ന് പറയുന്നത് ഓൾവേസ് അൺസർട്ടൺ ആണ് അല്ലേ? ബിസിനസ് നമ്മൾ ഇന്ന് ഡിസിഷൻസ് എടുക്കേണ്ടി വരിക ഒരു നെക്സ്റ്റ് ഇയർ അല്ലെങ്കിൽ ഒരു 2 to 3 ഇയേഴ്സിനുള്ളിൽ വരുന്ന സംഭവങ്ങളെക്കുറിച്ച് പഠിക്കാനാണ് നമ്മൾ ഇന്ന് ഡിസിഷൻ എടുക്കുന്നത്. സോ ഇത് എപ്പോഴും ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ആണ്. അപ്പോൾ ഒരു വിഷണറി ആയിരിക്കണം എപ്പോഴും ബിസിനസ് മാൻ എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു പ്രെഡിക്റ്റ് ചെയ്യുന്ന ഫ്യൂച്ചർ എന്ന് പറയുന്നത് എപ്പോഴും അൺസർട്ടൺ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് ഒരു വിൻ ഓർ ലോസ് ഒരു ഗെയിം പോലെയാണ് അല്ലേ? ചിലപ്പോൾ നമ്മൾ വിജയിക്കാം അല്ലെങ്കിൽ നമ്മൾ ഫെയിൽ ആകാം. അപ്പോൾ അങ്ങനെ ഒരു പ്രോബബിലിറ്റി ഇറ്റ്സ് എ ഗെയിം ഓഫ് ചാൻസ് എന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് അല്ലേ? പ്രോബബിലിറ്റി ഇസ് എ ഗെയിം ഓഫ് ചാൻസ്. അപ്പോൾ ഇവിടെ പ്രോബബിലിറ്റി ടെക്നിക്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻ ഇവൻറ്റ്സ് ആർ കൺസിഡേർഡ്. അപ്പോൾ നമുക്കത് അറിയത്തില്ല. ഫ്യൂച്ചർ ഈസ് ഓൾവേസ് അൺസർട്ടൺ. സോ ദിസ് കൺസെപ്റ്റ് ട്രൈ ടു അനലൈസ് അൺസർട്ടനിറ്റീസ് ആൻഡ് ബ്രിങ് ഔട്ട് ദ നെസസറി ഡേറ്റ വിത്ത് റീസണബിൾ ആക്യുറസി ഫോർ ദ പർപ്പസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ്. അപ്പം ഈ ഒരു പ്രോബബിലിറ്റി ടെക്നിക്ക് എന്താ മെയിൻലി ഉദ്ദേശിക്കുന്നത്? നമ്മുടെ അൺസർട്ടനിറ്റീസ് എല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മുടെ നെസസറി ആയിട്ടുള്ള നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റയൊക്കെ കൺസിഡർ ചെയ്ത് അതിൽ നമുക്ക് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള ഡാറ്റയിൽ നിന്നുകൊണ്ട് തന്നെ എന്താക്കുക? ആക്യുറേറ്റ് ആയിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുക. അതാണ് പ്രോബബിലിറ്റി മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രോബബിലിറ്റി മെത്തേഡ് ഒരു ആക്യുറേറ്റ് മെത്തേഡ് തന്നെയാണ്. ആ മെത്തേഡിൽ ഫ്യൂച്ചർ കൺസിഡർ ചെയ്യുന്നത് ഇപ്പോഴത്തെ പ്രസൻറ്റ് ഡാറ്റ കൺസിഡർ ചെയ്തുകൊണ്ട് നമുക്ക് നിലവിൽ ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കുകയാണ് പ്രോബബിലിറ്റി മെത്തേഡ് ചെയ്യുന്നത്. സോ സെക്കൻഡ് മെത്തേഡ് ഈസ് ഡിസിഷൻ മേക്കിംഗ്. അപ്പം ഒരു ഓപ്പറേഷൻ റിസർച്ചിൽ ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മെത്തേഡ് തന്നെയാണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ. നമുക്കറിയാം, പേര് പറയുന്ന പോലെ തന്നെ ഡിസിഷൻ എടുക്കുന്നതാണ്. ഡിസിഷൻ മേക്കിംഗ് മെത്തേഡ് ഡിസിഷൻ എടുക്കുന്നതാണ്. അപ്പോൾ അതിനൊരു സെവറൽ സ്റ്റെപ്സ് ഇൻവോൾവ് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണത്. അതിൽ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് 1 ഇയറോ 2 ഇയറിനോ ശേഷം നമ്മൾ അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒബ്ജക്റ്റീവ്സ് നമ്മൾ ആദ്യം ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ്. എന്ത് ഡിസിഷൻ എടുക്കുന്നതിന് മുന്നേ നമുക്കൊരു ഒബ്ജക്റ്റീവ് ഉണ്ടാകുമല്ലോ അല്ലേ? ആ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെവറൽ സ്റ്റെപ്സ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഫസ്റ്റ് യു ഷുഡ് ഡിഫൈൻ ദ ഒബ്ജക്റ്റീവ്. ദെൻ ആ ഒബ്ജക്റ്റീവ് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ഇൻഫർമേഷൻസ് നമ്മൾ കളക്ട് ചെയ്യുക. ദെൻ എന്ത് ചെയ്യണം? ഡെവലപ്പിംഗ് ഓപ്ഷൻസ്, നമുക്ക് ഓൾട്ടർനേറ്റീവ്സ് കണ്ടുപിടിക്കണം. ഒരു ഒറ്റ ഓൾട്ടർനേറ്റീവിൽ നിന്നല്ല നമ്മൾ ഡിസിഷൻ എടുക്കുക. ഡിഫറെൻറ്റ് ഓൾട്ടർനേറ്റീവ്സ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. അതിൽ നിന്ന് നമ്മൾ വി ആർ ചൂസിങ് ദ ബെസ്റ്റ് എമംഗ് ദം. ഓക്കെ, ദെൻ ഫോർത്ത് വൺ ഇവാലുവേറ്റിംഗ് ആൻഡ് മേക്കിംഗ് ഡിസിഷൻ. ഇവാലുവേറ്റ് ചെയ്യുക, ഡിഫറെൻറ്റ് ഓൾട്ടർനേറ്റീവ്സിനെ നമ്മൾ എന്ത് ചെയ്യുക? ഇവാലുവേറ്റ് ചെയ്യുക. ദെൻ ഫൈനലി വി ആർ ഇംപ്ലിമെൻറ്റിംഗ് ദ ഡിസിഷൻ.
ദെൻ ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരു ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യണം. ദെൻ ഫൈനൽ സ്റ്റെപ്പ് ഈസ് ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദാറ്റ് ഡിസിഷൻ. ആ ഡിസിഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രാവർത്തികമാക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫ്യൂച്ചർ, ബിസിനസ് ഈസ് ഓൾവേസ് ഫ്യൂച്ചറിസ്റ്റിക് അല്ലേ. അപ്പോൾ അതുകൊണ്ട് അൺസർട്ടനിറ്റി ഉണ്ട്, റിസ്ക് ഉണ്ട്, കോമ്പറ്റീഷൻ വരാറുണ്ട്, പിന്നെ കോൺഫ്ലിക്റ്റുകൾ വരാറുണ്ട്. കോൺഫ്ലിക്റ്റ് മീൻസ് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേർണൽ കോൺഫ്ലിക്റ്റുകൾ വരാറുണ്ട്. അങ്ങനെ ബിസിനസ്സിനെ ബാധിക്കുന്ന എല്ലാ രീതിയിലുമുള്ള കാര്യങ്ങളിലും ഡിസിഷൻ എടുക്കുന്നത് ആ ഒരു കാര്യമാണ് എന്ത്, ഡിസിഷൻ മേക്കിങ്ങിൽ വരുന്നത്. അപ്പോൾ ഡിസിഷൻ മേക്കിങ്ങിൽ ഇത്രയും സ്റ്റെപ്സ് ഇൻവോൾവ് ചെയ്തിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഇറ്റ് ഈസ് എ പ്രൊസീജിയറൽ ആക്ടിവിറ്റി. പ്രൊസീജിയർ മീൻസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ആക്ടിവിറ്റി നടക്കുന്നത്. അപ്പം ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ഡിഫൈൻ ചെയ്യുന്നത് തൊട്ട് ലാസ്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഡിസിഷൻ വരെയുള്ള ആ ഒരു സ്റ്റെപ്പ് അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് നമ്മൾ പോകണം. ഓക്കെ, അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് ഈസ് നത്തിങ് ബട്ട് taking a decision in a crucial situation by considering different alternatives and finding or selecting the best alternative among those. Okay. So third method in operation research അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് ടെക്നിക് ഇസ് ഗെയിം തിയറി. അപ്പോൾ ഗെയിം തിയറി എന്ന് പറയുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു അപ്രോച്ചാണ്. അപ്പോൾ ഗെയിം തിയറിയിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന എന്താണ്, ഗെയിം തിയറി നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നത് കോൺഫ്ലിക്റ്റുകളൊക്കെ അറൈസ് ചെയ്യുന്ന ആ സിറ്റുവേഷനിലൊക്കെയാണ് ഗെയിം തിയറി അഡോപ്റ്റ് ചെയ്യുക. അപ്പോൾ ഗെയിം തിയറി നമ്മുടെ കോമ്പറ്റീറ്റർ, ഗെയിം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, കളിയാണ് അല്ലേ. അവിടെ ഒരു കോമ്പറ്റീറ്റർ ഉണ്ട്, നമുക്കൊരു എതിരാളി ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ കോമ്പറ്റീറ്ററിൻ്റെ സ്ട്രാറ്റജീസ് എന്തൊക്കെയാണെന്ന് നമ്മൾ മുൻകൂട്ടി മനസ്സിലാക്കി വെച്ചിട്ട് ആ സ്ട്രാറ്റജീസിൽ നിന്നുകൊണ്ട്, അതായത് ആ കോമ്പറ്റീറ്ററുടെ സ്ട്രാറ്റജി മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, നമ്മുടെ ഓർഗനൈസേഷന് നല്ലൊരു സ്ട്രാറ്റജി നമ്മൾ കണ്ടുപിടിക്കുകയാണ്. അപ്പം നമ്മൾ ഗെയിം തിയറി അഡോപ്റ്റ് ചെയ്യുമ്പോൾ അവിടെ എന്താണ്, നമ്മുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഈസ് ഡിപ്പെൻഡഡ് ഓൺ കോമ്പറ്റീറ്റേഴ്സ് സ്ട്രാറ്റജി. Okay, അപ്പോൾ each firms applies a strategy knowing with the possible strategy of the competitor. Game theory determine the best course of action for a problem. അപ്പം അവരുടെ സ്ട്രാറ്റജി അറിഞ്ഞാൽ, അവരെത്രയാണ് സെയിൽസ് ഈ വർഷം പോകുന്നതെന്ന് അറിഞ്ഞാൽ നമുക്ക് നമ്മുടെ സെയിൽസ് അതനുസരിച്ച് കൂട്ടാം. അവർ എത്രയാണ് ഈ വർഷം ലിവറേജിന് വേണ്ടി കൊടുക്കുന്നത് എന്നറിഞ്ഞാൽ നമുക്ക് ഈ വർഷം അതുപോലെ ലിവറേജ് ആക്കാം. അവർ ഈ വർഷം എത്രയാണ് IPO പോകുന്നത്, അല്ലെങ്കിൽ അവർ എത്ര ഇക്വിറ്റി റേസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഡിവിഡൻഡ് എത്ര കൊടുക്കുന്നുണ്ട്, അങ്ങനത്തെ അവരുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഡിസിഷൻ എല്ലാം നമ്മൾ അറിഞ്ഞു വെക്കുകയാണെങ്കിൽ, അറിയാൻ മീൻസ് കറക്റ്റ് അല്ല, ഏകദേശം അറിഞ്ഞു വെക്കുകയാണെങ്കിൽ നമുക്ക് അതനുസരിച്ച് നമ്മുടെ ഫേമിൽ നമുക്ക് ഡിസിഷൻസ് എടുക്കാൻ പറ്റും. അപ്പോൾ ഗെയിം തിയറി ഈസ് ഓൾവേസ് ഡിപ്പെൻഡൻറ്റ് ഓൺ ദ കോമ്പറ്റീറ്റർ ഫേം. അവരുടെ സ്ട്രാറ്റജീനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഇവിടെ ഡിസിഷൻസ് എടുക്കുന്നത്. അതാണ് ഗെയിം തിയറി. നെക്സ്റ്റ് മെത്തേഡ് ഈസ് ലീനിയർ പ്രോഗ്രാമിംഗ്. ഓക്കെ, അപ്പോൾ ലീനിയർ പ്രോഗ്രാമിംഗ് ഈസ് സ്ട്രിക്ട്ലി സയൻറ്റിഫിക് കാൽക്കുലേഷൻസ്. അവിടെ നമ്മൾ ഇക്വേഷൻസ്, നമ്മൾ പഠിച്ച ലീനിയർ ഇക്വേഷൻസ് വെച്ചിട്ട്, ലീനിയർ മീൻസ് പവർ ടെൻസ് ടു 1. ഓക്കെ, അപ്പോൾ ലീനിയർ ഇക്വേഷൻസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, സൊല്യൂഷൻ കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ നമ്മൾ BNMൽ പഠിച്ചപ്പം ഫസ്റ്റ് ചാപ്റ്ററിൽ ഇക്വേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു 2 ഇക്വേഷൻ സോൾവ് ചെയ്തിട്ട് നമ്മൾ എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ ഒക്കെ കണ്ടുപിടിക്കുന്നതൊക്കെ പഠിച്ചു. അപ്പോൾ അതുപോലെ നമുക്ക് എന്താണ്, കുറേ കൺസ്ട്രെയിനുകളുണ്ട്. കൺസ്ട്രെയിൻ മീൻസ് തടസ്സങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ കൺസ്ട്രെയിൻസ് എന്താണ്, ബിസിനസ്സിൽ വരുന്ന തടസ്സങ്ങളാണ്. ഫിനാൻസ് റേസ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ സെയിൽസ് കൂട്ടാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള ഒരുപാട് തടസ്സങ്ങൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതുപോലത്തെ ഉള്ള കൺസ്ട്രെയിനുകൾ നമ്മൾ ആദ്യം രൂപപ്പെടുത്തുന്നു. ആ കൺസ്ട്രെയിൻ ഉണ്ട്, പിന്നെ അതേപോലെ നമുക്കൊരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഉണ്ട്. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് നമ്മുടെ ഒബ്ജക്റ്റീവ് ഉണ്ട്, നമുക്ക് എത്രയാണ് ഇപ്പം കോസ്റ്റ് മിനിമൈസേഷൻ അല്ലെങ്കിൽ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ, ഈ രണ്ടെണ്ണമായിരിക്കും നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഉണ്ട്, അതേപോലെ തന്നെ നമുക്ക് 2 or 2 കൂടുതലോ കൺസ്ട്രെയിനുകൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ കൺസ്ട്രെയിനുകൾ സോൾവ് ചെയ്തതിന് ശേഷം നമുക്കൊരു വാല്യൂ കിട്ടുമല്ലോ, എക്സിനും വൈക്കും ഒക്കെ വാല്യൂ കിട്ടും. അപ്പം അത് വാല്യൂ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുകയാണ്. ആൻഡ് നമ്മുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണ്, ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എപ്പോഴും ടു ഒപ്റ്റിമൈസ് ദ കോസ്റ്റ് ഓർ ദ മാക്സിമൈസ് പ്രോഫിറ്റ്, അത് രണ്ടുമായിരിക്കും മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് സ്ട്രിക്ട്ലി സയൻറ്റിഫിക് കാൽക്കുലേഷൻ ഓൺ ദ ബേസിസ് ഓഫ് സോൾവിങ് ലീനിയർ ഇക്വേഷൻസ്. ലീനിയർ ഇക്വേഷൻസ് ഫോം ചെയ്യുക, ദെൻ ലീനിയർ ഇക്വേഷൻസ് സോൾവ് ചെയ്യുക, അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ സാറ്റിസ്ഫൈ ചെയ്യുക. അപ്പോൾ അത് 2 രീതിയിലാണ് ചെയ്യുക, ഗ്രാഫിക് മെത്തേഡും ഉണ്ട്, സിംപ്ലെക്സ് മെത്തേഡും ഉണ്ട്. അപ്പം LPPൻ്റെയൊക്കെ ലീനിയർ പ്രോഗ്രാമിൻ്റെയൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ചാപ്റ്റർ വരുന്നുണ്ട്. So next type of method programming technique is transportation problem. The transportation problem ഈ പറഞ്ഞ പോലെ ലീനിയർ മെത്തേഡിൻ്റെ, ലീനിയർ പ്രോഗ്രാമിങ്ങിൻ്റെ കൂട്ട് അതിൻ്റെ ഒരു ഡിഫറെൻറ്റ് ടൈപ്പാണ്.
ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്സ് ട്രാൻസ്പോർട്ടേഷൻ തന്നെയാണ് ഇവിടെ ഡീൽ ചെയ്യുന്നത്. ഒബ്ജക്റ്റീവ് ഈസ് ടു ട്രാൻസ്പോർട്ട് വേരിയസ് എമൗണ്ട് ഓഫ് എ സിംഗിൾ ഹോമോജീനിയസ് കമോഡിറ്റി ദാറ്റ് ആർ സ്റ്റോർഡ് അറ്റ് എ സെവറൽ ഒറിജിൻ ടു എ നമ്പർ ഓഫ് ഡിഫറെൻറ്റ് ഡെസ്റ്റിനേഷൻസ്. അപ്പം ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യങ്ങൾ തന്നെയാണ് നമ്മളിതിൽ ചെയ്യുന്നത്. ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൽ നമുക്കൊരു സ്റ്റോർ പ്ലേസ് ഉണ്ടാവും. ആ സ്റ്റോർ പ്ലേസിൽ ഇത്ര സപ്ലൈ നമുക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇത്ര സപ്ലൈ അവൈലബിൾ ആയിരിക്കും. ആൻഡ് നമുക്ക് ഡിഫറെൻറ്റ് ഡെസ്റ്റിനേഷൻസ് നമുക്ക് തന്നിട്ടുണ്ടാവും. അതായത് പല പല സ്ഥലത്തേക്ക് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റുകളെ അല്ലെങ്കിൽ റോ മെറ്റീരിയൽസിനെ നമ്മൾ എത്തിക്കണം. അതാണ് ഡെസ്റ്റിനേഷൻസ്. ആൻഡ് നമുക്ക് ഡിമാൻഡും തന്നിട്ടുണ്ടാവും. ഡിമാൻഡും നമുക്കുണ്ടാകും. അപ്പോൾ ഡിമാൻഡും സപ്ലൈയും അനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു പ്രൊഡക്റ്റുകളെ അല്ലെങ്കിൽ റോ മെറ്റീരിയൽസിനെ നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക. ഡിഫറെൻറ്റ് ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പം ഡിമാൻഡ് ആൻഡ് സപ്ലൈ വെച്ച് നമ്മുടെ അലോക്കേഷനിൽ വരുന്ന ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കാൽക്കുലേഷൻസ് ആണ് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ ആ ഡിമാൻഡിൻ്റെയും സപ്ലൈൻ്റെയും ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, നമുക്ക് പ്രോപ്പറായിട്ട് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റണം. അപ്പോൾ അതാണ് ട്രാൻസ്പോർട്ടേഷൻ അറ്റ് മിനിമം കോസ്റ്റ്. അതാണ് അവിടുത്തെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. അപ്പോൾ നമ്മുടെ അലോക്കേഷൻ ഷുഡ് ബി അറ്റ് മിനിമം ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഏറ്റവും കുറച്ചുകൊണ്ട് നമുക്ക് എങ്ങനെയൊക്കെ ഈ പ്രൊഡക്റ്റുകളെ അലോക്കേറ്റ് ചെയ്ത് നമുക്ക് ആ ഡെസ്റ്റിനേഷനിൽ എത്തിക്കാൻ പറ്റും എന്നാണ് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൽ നമ്മൾ കണ്ടുപിടിക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് അസൈൻമെൻറ്റ് പ്രോബ്ലം. അപ്പോൾ ഈ പറയുന്ന പ്രോബ്ലംസ് ഒക്കെ നമുക്ക് തിയറി പറയുമ്പോൾ അത്ര ക്ലിയർ ആയിക്കൊള്ളണമെന്നില്ല. അത് ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. കാരണം ഇതൊക്കെ നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന കാര്യങ്ങളാണ്. ഈ ട്രാൻസ്പോർട്ടേഷൻ, LPP, പിന്നെ അസൈൻമെൻറ്റ് പ്രോബ്ലം, ഗെയിം തിയറി എന്നൊക്കെ പറയുന്നത് ഒരു വളരെ വൈഡായിട്ടുള്ള പ്രോബ്ലം ഏരിയ ആണ് ശരിക്കും അത്. അപ്പോൾ അത് പ്രോബ്ലം ചെയ്യാണ്ട് തിയറി ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും മനസ്സിലായിക്കൊള്ളണമെന്നില്ല. പക്ഷെ അതോർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. അസൈൻമെൻറ്റ് പ്രോബ്ലം എന്ന് പറയുമ്പോഴും ഈ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം പോലത്തെ തന്നെ ഒരു ടൈപ്പ് ഓഫ് പ്രോബ്ലം ആണ്. നമ്മളവിടെ ഡിഫറെൻറ്റ് ഏജൻറ്റുകളെ നമ്മൾ എന്ത് ചെയ്യുന്നു, അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നു അല്ലെങ്കിൽ അസൈൻ ചെയ്ത് കൊടുക്കുന്നു. പല പല ആളുകൾക്കായിട്ട് പല പല ആവശ്യങ്ങൾക്കായിട്ട് നമ്മളിങ്ങനെ അസൈൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ട്രാൻസ്പോർട്ടേഷൻ്റെയും അസൈൻമെൻറ്റിൻ്റെയും ഒക്കെ നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത് ഇങ്ങനെ ടേബിളൊക്കെ വരച്ചിട്ട് ഇങ്ങനെ റോസ് ആൻഡ് കോളംസ് ഒക്കെ ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ കൊടുത്തു പോയി ലാസ്റ്റ് 0 ആക്കുക. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ പ്രോബ്ലങ്ങൾ ചെയ്യുന്നത്. പ്രോബ്ലമൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിവിടെ അസൈൻമെൻറ്റും ട്രാൻസ്പോർട്ടേഷനും പ്രോബ്ലം ഒന്നും പഠിക്കാനില്ല. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊരു ഇൻട്രൊഡക്ഷൻ പോലെ ഇതൊക്കെ പ്രോഗ്രാമിംഗ് ടെക്നിക്കാണെന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇപ്പോൾ ഒരു 1 or 2 ലൈനിൽ എഴുതാൻ പാകത്തിന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. സോ അസൈൻമെൻറ്റ് പ്രോബ്ലം ഈസ് ഓൾസോ എ ടൈപ്പ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ആൻഡ് ഹിയർ വി ആർ അസൈനിങ് എ ഗിവൻ നമ്പർ ഓഫ് ഏജൻറ്റ്സ് each one to the same number of tasks so as to result in maximum efficiency or minimum cost. അപ്പം അപ്പോൾ അസൈൻ ചെയ്ത് കൊടുക്കുന്ന ഏജൻറ്റ്സ് എന്തൊക്കെയാണ്? മാൻ ടു ഓഫീസസ്, ക്ലാസ്സസ് ടു റൂംസ്, ഡ്രൈവേഴ്സ് ടു ട്രക്സ് ടു ഡെലിവറി റൂട്ട്സ്, അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ. ഇപ്പോൾ ഡ്രൈവേഴ്സ് ടു ട്രക്സ്, അപ്പോൾ കുറേ ട്രക്കുകളുണ്ട്. ആ ട്രക്കിൽ നമുക്ക് ഡ്രൈവേഴ്സിനെ അസൈൻ ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുമ്പം അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കണം? മിനിമൈസേഷൻ ഓഫ് കോസ്റ്റ്. അതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ അതാണ് ഇവിടെ ട്രാൻസ്പോർട്ടേഷനും അസൈൻമെൻറ്റിലൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. മാക്സിമം കോസ്റ്റ് മിനിമൈസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഏജൻസിനെ അസൈൻ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷനിലാണെങ്കിൽ മാക്സിമം കോസ്റ്റ് മിനിമൈസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ പ്രൊഡക്റ്റുകളെ, റോ മെറ്റീരിയലുകളെ ഓരോ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കുക. നെക്സ്റ്റ് വൺ ഈസ് ഡൈനാമിക് പ്രോഗ്രാമിംഗ്. ഇപ്പോൾ ഡൈനാമിക് പ്രോഗ്രാമിൽ ഡൈനാമിക് ആണെന്നറിയാം. ആൻഡ് ദ പ്രോബ്ലംസ് ദാറ്റ് അറൈസ് ഇൻ കണക്ഷൻ വിത്ത് മൾട്ടി പീരീഡ് അനാലിസിസ് ആൻഡ് ഡിസിഷൻസ്. അപ്പോൾ ഇവിടെ മൾട്ടി പീരീഡ് ആണ്, ഒരു സിംഗിൾ പീരീഡിലേക്കല്ല കാര്യങ്ങൾ വരുന്നത്. 2-3 കാലഘട്ടത്തിലെ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് അത്ര മാത്രം നിങ്ങൾ ഓർത്ത് വെക്കുക. പ്രോബ്ലം ദാറ്റ് അറൈസ് ഇൻ കണക്ഷൻ വിത്ത് മൾട്ടി പീരീഡ് അനാലിസിസ് ആൻഡ് ഡിസിഷൻസ്. പീരീഡ് എന്താണ് അവിടെ നമ്മൾ പറയുന്നത് സിംഗിൾ പീരീഡ് അല്ല. പീരീഡിൻ്റെ ബേസിലാണ് ഇവിടെ കാൽക്കുലേഷൻസ് വരുന്നത്. ആൻഡ് പീരീഡ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ പീരീഡ് അല്ല, ഡിഫറെൻറ്റ് ലെവൽ ഓഫ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈം പീരീഡിലേക്കുള്ള കാൽക്കുലേഷൻസ് ആണ് ഡൈനാമിക് പ്രോഗ്രാമിങ്ങിൽ വരുന്നത്. നെക്സ്റ്റ് വൺ ഇസ് സീക്വൻസിങ്. സീക്വൻസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, സീക്വൻസ് എന്ന് പറയുന്നത് സീരീസ് ആൻഡ് സീക്വൻസസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സീക്വൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ഹാവ് എൻ ഓർഡർ ഉള്ളതിനാണ് നമ്മൾ സീക്വൻസ് എന്ന് പറയുക. ഒന്ന് കഴിഞ്ഞതിന് ശേഷം ഒന്ന് വരിക, അപ്പോൾ അതിനാണ് സീക്വൻസിങ് എന്ന് പറയുക. അപ്പോൾ ഇവിടെ സീക്വൻസിങ്ങിൽ കുറച്ച് ജോബുകൾ നമുക്ക് തന്നിട്ടുണ്ടാവും. ആ ജോബിനെ എന്ത് ചെയ്യണം, ദാറ്റ് ജോബ് ഷുഡ് ബി പെർഫോംഡ് ഇഫ് ദ ഒബ്ജക്റ്റീവ് ഇസ് ടു മിനിമൈസ് ദ ടോട്ടൽ എഫേർട്ട്. അപ്പോൾ എന്ത് സീക്വൻസിൽ നമ്മൾ ആ ഒരു ജോബ് കണ്ടക്ട് ചെയ്താലാണ് നമുക്ക് ഏറ്റവും മാക്സിമം എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുക ബൈ മിനിമൈസിങ് ദ കോസ്റ്റ്.
അപ്പോൾ കോസ്റ്റ് വളരെ കുറച്ചുകൊണ്ട് ആ ജോബിനെ ഏറ്റവും മാക്സിമം എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് കണ്ടക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ഓർഡറിൽ അത് കണ്ടക്ട് ചെയ്യണം എന്നുള്ള സ്റ്റഡിയാണ് എന്ത് സീക്വൻസിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിതൊക്കെ ഈ പറഞ്ഞ എല്ലാ ടെക്നിക്കുകളും ഞാൻ വൺ ലൈൻ എക്സ്പ്ലനേഷനിൽ അങ്ങ് പറയുന്നു എന്നേ ഉള്ളൂ. പക്ഷേ ഇതിങ്ങനെയല്ല, കണ്ടക്ട് ചെയ്യുമ്പോൾ നമ്മൾ കുറേ കാൽക്കുലേഷൻസ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ആൻസേഴ്സൊക്കെ കിട്ടുക. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ക്യൂയിങ് തിയറി. അപ്പോൾ ക്യൂയിങ് തിയറി ഒക്കെ നമ്മളെപ്പോഴും കണ്ടക്ട് ചെയ്യുന്നതിൻ്റെ സ്റ്റഡി ചെയ്യുന്ന എന്താണ്, ക്യൂ അല്ലേ, ക്യൂസിനെ കുറിച്ചാണ് നമ്മളവിടെ പഠിക്കുന്നത്, അനാലിസിസ് ഓഫ് ക്യൂസ്. അപ്പോൾ ക്യൂ എന്ന് പറയുന്നത് സാധാരണ ക്യൂ, നമ്മൾ നിൽക്കുന്ന ക്യൂ ഇല്ലേ, വെയിറ്റിംഗ് ടൈം. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി നടത്താൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുന്ന ആ ഒരു സമയം, ക്യൂവിൽ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആ സമയം, അതിൻ്റെ സ്റ്റഡിയാണെന്ത്, അതിൻ്റെ കാൽക്കുലേഷൻസ്, സയൻറ്റിഫിക് കാൽക്കുലേഷൻസ് ആണ് ക്യൂയിങ് തിയറി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്യൂസ് വെച്ചിട്ട്, ക്യൂസ് പഠിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, എഫിഷ്യൻസി പഠിക്കാം, കോസ്റ്റ് എങ്ങനെ കുറയ്ക്കാൻ പറ്റും, കോസ്റ്റ് പ്രോഫിറ്റ് എങ്ങനെ കൂട്ടാൻ പറ്റും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ അതിൽ പഠിക്കുന്നു. അതാണ് ക്യൂയിങ് തിയറി എന്ന് പറയുന്നത്. അപ്പോൾ തൽക്കാലം നമുക്ക് അത്രയും മനസ്സിലാക്കി വെക്കാം. ക്യൂയിങ് തിയറിയും ഈ പറയുന്ന പോലെ അല്ല തന്നെ അതും ഒരു വൈഡ് കാൽക്കുലേഷൻസ് ഉള്ള ഏരിയ ആണ്. അപ്പം ക്യൂവിൽ നമ്മൾ എത്ര സമയം കളയുന്നു, ആ സമയമൊക്കെ നമുക്ക് പ്രോഫിറ്റബിൾ ആക്കി എങ്ങനെ മാറ്റാം, വെയിറ്റിംഗ് ടൈം എങ്ങനെ നമുക്ക് കുറയ്ക്കാൻ പറ്റും, എഫിഷ്യൻസി എങ്ങനെ കൂട്ടാൻ പറ്റും എന്നൊക്കെയാണ് ക്യൂയിങ് തിയറിയിൽ പറയുന്നത്.